മക്കളെ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു JP അക്കാഡമി. ഇറ്റ്സ് മീ ജിഷ്ണു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായ സെറ്റ് ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരാളുടെ പേര്? സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു. അതിൽ എന്താണ് സ്ക്വയർ, അതേപോലെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ, അതേപോലെ തന്നെ എന്താണ് പൂർണ്ണവർഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ എന്താ സ്ക്വയർ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ വർഗത്തെ അല്ലെങ്കിൽ സ്ക്വയറിനെ നമ്മൾ ഒരു പേര് പറയും, പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ. അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് നമ്മളെ പേജ് നമ്പർ 11 ഒരു 5 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 64ന്റെ സ്ക്വയർ ആണ് കാണാനുള്ളത്. നമ്മൾ ഇനി പെട്ടിയും കടക്കൊക്കെ വരയ്ക്കണോ? വേണ്ട. പെട്ടിയും കാര്യങ്ങളും വരയ്ക്കേണ്ട ആവശ്യമില്ല. പെട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ പെട്ടിയും കടക്കൊക്കെ എന്താ അവിടെ വെച്ചാൽ മതി. ഓർമ്മ ഉണ്ടാവണം അവിടെ തന്നെ ഉണ്ട് എന്ന്. റെഡി ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പെട്ടിയും കാര്യങ്ങളൊന്നും വരയ്ക്കുന്നില്ല. അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നമ്മളൊരു മാർക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായിരുന്നു? 64നെ എന്താ 64ന്റെ സ്ക്വയറിനെ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? 0 ഉണ്ടായിരിക്കണം. ഓക്കെ, റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ 64നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അല്ലെങ്കിൽ 64ന്റെ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 60 പ്ലസ് 4. 64 ആയി കഴിഞ്ഞു. ഇനി ആരോടെ വേണം? സ്ക്വയറോടെ വേണം. സ്ക്വയർ. അപ്പോ 64ന്റെ സ്ക്വയറിനെ 60 പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് എഴുതി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി എന്താ? നമ്മൾ പഴയ പരിപാടി ആരംഭിക്കുക. എന്താ? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ. ഇയാള് ഫസ്റ്റത്തെ നമ്പറാണ്, ഇയാള് സെക്കൻഡത്തെ നമ്പറാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ. എന്ത് ചെയ്യും? ഫസ്റ്റത്തെ നമ്പറിന്റെ സ്ക്വയർ ഇതാ. ഫസ്റ്റത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഈ 3 ചെങ്ങായിമാരി എങ്ങനെ ഗുണിച്ചാലും പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഗുണിച്ചാൽ മതി. ഇതാ ഞാൻ ഗുണിക്കാണ്. 2 ഇൻറ്റു ബ്രാക്കറ്റ് വേണം കേട്ടോ. ബ്രാക്കറ്റ് വേണം. 2 ഇൻറ്റു 4 ഇൻറ്റു 60. ഓക്കെ. പ്ലസ് ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ നമ്മൾ ചെയ്തിരുന്നു. ഇനി ആരോടുണ്ട്? സെക്കൻഡ് നമ്പറിന് നമ്മൾ സ്ക്വയർ ചെയ്യണം. എന്താ? 4 ആണ് അയാളുടെ സ്ക്വയർ. റെഡി ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ. 16ന്റെ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ ചെയ്യും? 16ന്റെ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതാ 6ന്റെ സ്ക്വയർ എത്രയാ? 6ന്റെ സ്ക്വയർ 36 ആണ്. 36. ആൻസർ കഴിഞ്ഞോ? 16ന്റെ സ്ക്വയർ ആയോ? ഇല്ല. 0നെ സ്ക്വയർ ചെയ്യും. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ 0 എത്ര ആവും? 0 സ്ക്വയർ ചെയ്യുമ്പോൾ 0 2 മാറും. ഇതാ 2 0 നമ്മൾ ഇട്ടു. അതെങ്ങനെയാ വന്നിട്ടുള്ളത്? ഇതാ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 60 ആണ് നമുക്കറിയാം അല്ലേ? 0നെ ഒഴിവാക്കണം, കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. ഒഴിവാക്കരുത്. തിരിച്ച് അതേപോലെ കൊണ്ടുവരണം. 0നെ ഒഴിവാക്കിയ 6 ഇൻറ്റു 6 36 ആണ്. 36 ആണ്. ഒഴിവാക്കിയ 0നെ എന്താ കൊണ്ടുവരും? 2 0 അല്ലേ? അയാൾ തന്നെയല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത്? അല്ലേടാ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇയാളെ നമ്മൾ ഇൻറ്റു ചെയ്യും ഇനി. ഓക്കെ. 0നെ ഒഴിവാക്കുക. ഓക്കെ. 0നെ ഒഴിവാക്കി. 2 ഇൻറ്റു 4 8. 8 ഇൻറ്റു 6 48. ഒഴിവാക്കിയ ആളെ കൊണ്ടുവരണ്ടേ? 0 പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാടാ? 16. ഇനി ഒരു സൈഡ് പോയിട്ട് എന്താ? അവരൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ആരൊക്കെയാ? ഓക്കെ. 0 പ്ലസ് 0 പ്ലസ് 6 ആണ്. 8 പ്ലസ് 1 9 ആണ്. 4 പ്ലസ് 6 എത്രയാ? 10 ആണ്. 10ല് 0 1 4. 4096. ഓക്കെ. 4096 എന്ന് വരും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡി ആണോ? നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ പേജ് നമ്പർ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35ന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. 35ന്റെ സ്ക്വയർ. ഓക്കെ. 35ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ രണ്ടാമത്തെ ഒരു സിമ്പിൾ മെത്തേഡ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഏതൊരു 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനൊക്കെ നമുക്ക് NMMSന്റെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ഓൽക്ക് അങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. എടാ 35ന്റെ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യൂടാ? 30 പ്ലസ് 5 ഓൾ സ്ക്വയർ. ഓക്കെ ആണോ? എന്താ പഴയ പരിപാടി. ഇയാള് ഫസ്റ്റ് നമ്പർ ആണ്, ഇയാള് സെക്കൻഡ് നമ്പർ ആണ്. റെഡി ആണോ? എഴുതൊന്നും വേണ്ടത്, ഓർമ്മ ഉണ്ടായാൽ മതി. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഈ 3 ചെങ്ങായിമാരെയും ഗുണിക്കുക. ഇതാ ഇപ്പൊ 30 ഇൻറ്റു 5 ഇൻറ്റു 2 എഴുതിയാലും
പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും പ്രശ്നമില്ല, അവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയാലും പ്രശ്നമില്ല. അതേപോലെ 2 × 30 × 5 എഴുതിയാലും അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ചങ്ങായിന്റെ സ്ക്വയർ, രണ്ടാമത്തെ ചങ്ങായി 5 ആണ്, അയാളുടെ സ്ക്വയർ. റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ. 13ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്ര മക്കളെ? 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 0 സ്ക്വയർ ആയും ആൾ 2 ആവും. ഓക്കെ, പ്ലസ് 0 ഇവിടെ ചെയ്യണല്ലേ, 0 ഒഴിവാക്കുന്നു. 3 × 2, 3 × 2 6 ആണ്. 6 × 5, 6 × 5 എത്രയാ? 30. 0 കൊണ്ടുവരണ്ടേ? 0 കൊണ്ടുവന്നു. പ്ലസ് 5 സ്ക്വയർ. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കണ്ട, സൈഡ് പോയിട്ട് അങ്ങോട്ട് ഗുണിച്ചോണ്ട് ഒന്നും ആലോചിക്കണ്ട. 30 × 5, 30 × 5 എത്രയാണാ? 5 0 സോറി 0. 3 × 5 15. പിന്നെ ആരാ? ഇൻറ്റു 2 കൂടെ ചെയ്യണം. ഇൻറ്റു 2. 0. 2 × 5 10. 1. 1 × 2 +3. ഓക്കെ, മനസ്സിൽ അങ്ങനെ ഗുണിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സൈഡിൽ പോയിട്ട് ഗുണിച്ചോണ്ടു, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. 5ന്റെ സ്ക്വയർ നമ്മൾ എഴുതിയില്ല, 25. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഓക്കെ, നീ ചെങ്ങായിമാരെ നമുക്ക് എന്താ ആഡ് ചെയ്യണം. ഇയാള് 900 ആണ്. 900 + 300 എത്രയാ? 1200. 1200 + 25 എത്രയാ? 1225. ഓക്കെ, 1225. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം കൂടി നമ്മൾ പറഞ്ഞുതരാം. നമുക്കൊരു 15ന്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കാം. പക്ഷെ എക്സാമിന് നമ്മൾ ഇങ്ങനെ എഴുതരുത് കേട്ടോ. എക്സാമിന് നമ്മൾ ഇങ്ങനെ എഴുതരുത്. പക്ഷെ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. നമുക്കറിയാം 5ന്റെ സ്ക്വയർ എന്താണ് മക്കളെ? 5ന്റെ സ്ക്വയർ 25 ആണെന്ന് നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 5ന്റെ സ്ക്വയർ 25 നമുക്കറിയാം. ഓക്കെ, 15ന്റെ സ്ക്വയർ നമുക്ക് കാണണം. ലാസ്റ്റ് ആരാണ്? 5 ആണ്. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ആൻസർ കഴിഞ്ഞോ? ഇല്ല, നമുക്ക് 15ന്റെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. 25 ആയിട്ടുള്ളൂ. എടാ 5ന്റെ അപ്പുറത്ത് ആരാ? 1 അല്ലേ ഉള്ളത്? 1 കഴിഞ്ഞ ആരാ വരിക? 1 കഴിഞ്ഞ 1 2 അല്ലേ വരിക? ആ വരാൻ പോണ 2ഉം ഈ 1ഉം എത്ര ഇൻറ്റു ചെയ്യാം? 1 × 2 അല്ലെങ്കിൽ 2 × 1 എത്രയാ? 2 × 1 2. മനസ്സിലായില്ല അല്ലെ? നമുക്ക് അടുത്ത് ചെയ്യുമ്പോൾ റെഡിയാവും. 25ന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കുക. 5ൽ അവസാനിക്കുന്ന നമ്പറാണ്. 5ൽ അവസാനിക്കുന്ന നമ്പറിനെ എങ്ങനെ പറ്റുള്ളൂ. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഓക്കെ, ആൻസർ കഴിഞ്ഞോ? ആൻസർ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ 25ന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആൻസർ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. 2 അല്ലത്, ഇയാൾ 2 അല്ലേ? 2 കഴിഞ്ഞ ആരെ വരിക? 2 കഴിഞ്ഞ 3 ആണ് വരിക. ആ വരാൻ പോണ 3ഉം ഈ 2ഉം ഇൻറ്റു ചെയ്യുക. 2 × 3 അല്ലെങ്കിൽ 3 × 2 6. ഓക്കെ ആണോ? അതേപോലെ 45 വേണ്ട 35. 35ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാ? 25. പ്രശ്നങ്ങളൊന്നുമില്ല. 3 കഴിഞ്ഞ ആരെ വരിക? 3 കഴിഞ്ഞ ആരെ വരിക? 4 ആണ് വരിക. 3 കഴിഞ്ഞ 4 വരും. ആ വരാൻ പോണ 4ഉം ഈ 3ഉം. ആ വരാൻ പോണ 4ഉം ഈ 3ഉം. 3 × 4 12 ആണ്. ഇയാളെ തന്നെ അല്ലടാ അവിടെ കിട്ടിയിട്ടുള്ളത്. അല്ലടാ 35ന്റെ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 45ന്റെ സ്ക്വയർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ക്യാൻസർ തരി, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എടുത്തൂലടാ? റെഡിയാണോ? റെഡി അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 47ന്റെ സ്ക്വയർ നമുക്ക് കാണണം. തേർഡ് ക്വസ്റ്റ്യൻ 47ന്റെ സ്ക്വയർ നമുക്ക് കാണണം. ചെയ്തൂടെ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെയാ പറയടാ? 47ന്റെ സ്ക്വയറിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 40 + 7 ഹോൾ സ്ക്വയർ. റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ഫസ്റ്റ് നമ്പർ ഇയാളാണ്, ഇയാൾ സെക്കൻഡ് നമ്പർ. ഓർമ്മ ഉണ്ടായാൽ മതി, എഴുത്തൊന്നും വേണ്ട. ഫസ്റ്റ് നമ്പർ ഇയാൾ, സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് എല്ലാവരും ഗുണിക്കും 2 × 7 × 40. ഓക്കെ, ബ്രാക്കറ്റ് ഇടണം പ്ലസ്. രണ്ടാമത്തെ നമ്പർ അയാളുടെ സ്ക്വയർ. ഓക്കെ, അയാളുടെ സ്ക്വയറും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് നേരെ തന്നെ എഴുതാം. 40ന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4ന്റെ സ്ക്വയർ 16 ആണ്. 0ന്റെ സ്ക്വയർ 2 0 വരും. അപ്പൊ എത്രയാ ആൻസർ വരിക? 14ന്റെ സ്ക്വയർ എത്രയാ ആൻസർ വരിക? 1600. റെഡി ആണോ? പ്ലസ് ഇടണം, പ്ലസ് വേണം. പ്ലസ്
ഇപ്പൊ ഇത് ഇൻറ്റു ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഒരു സൈഡ് പോയിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സീറോനെ ഒഴിവാക്കുക. സീറോ ഒഴിവാക്കുമ്പോൾ 274. 2 × 4 8 ആണ്. 8 × 7 56. 56 ഒഴിവാക്കിയിട്ടുള്ള സീറോന് കൊണ്ടുവരുന്നു. ഓക്കെ, പ്ലസ് 7ന്റെ സ്ക്വയർ 49. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ 3 ചെങ്ങായിമാര് നമ്മൾ ആഡ് ചെയ്യുന്നു. 1600 പ്ലസ് 560 പ്ലസ് 49. അപ്പൊ നമുക്ക് 9 0 1 12 1 2290 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ചെയ്തു തരും. ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരിക്കും. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ 88ന്റെ സ്ക്വയർ. 88ന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 88ന്റെ സ്ക്വയർ കാണാൻ ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഓക്കെ, ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്കൊന്നും അറിയില്ലേ, എനിക്ക് ഗുണിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാനൊക്കെ സ്പേസ് ഗുണിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, 88ന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 88നെ നമുക്കറിയാം സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാം. 88നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 80 + 8 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 99നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും മക്കളെ? 90 + 9. അങ്ങനെയാണെങ്കിൽ 78നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 70 + 8. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇയാളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 80 + 8 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഹോൾ സ്ക്വയർ മറക്കരുത്. പല മക്കളും മറക്കുന്നതാണ്. ഹോൾ സ്ക്വയർ പറയാൻ മറക്കും. ഈക്വൽ ടു പഴയ പരിപാടി. ഫസ്റ്റ് നമ്പർ 18ന്റെ സ്ക്വയർ പ്ലസ് ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ, ആദ്യത്തെ ചെങ്ങായിന്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ ആദ്യത്തെ ചെങ്ങായി. ഇയാൾ രണ്ടാമത്തെ ചെങ്ങായി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ആദ്യത്തെ ചെങ്ങായിന്റെ സ്ക്വയർ പ്ലസ് ഈ 3 ചെങ്ങായിമാരെയും നമ്മൾ ഗുണിക്കും. 2 × 8 × 80 പ്ലസ് രണ്ടാമത്തെ ചെങ്ങായിന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ ആണ്. റെഡി ആണോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 18ന്റെ സ്ക്വയർ എത്രയാ? 18ന്റെ സ്ക്വയർ എങ്ങനെയാ? 8ന്റെ സ്ക്വയർ എത്രയാ? 8ന്റെ സ്ക്വയർ 64. 0 നമ്മൾ സ്ക്വയർ ചെയ്യും. രണ്ടാൾക്കാരാവും 0 പ്ലസ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാ, മനസ്സിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഒരു പ്രശ്നമില്ല, സൈഡിൽ നമുക്ക് സ്ഥലമുണ്ട്. 2 × 8 അല്ലേ? 2 × 8 16 × 80 ആണ്. 0 ഒഴിവാക്കുക, കൊണ്ടുവരാട്ടോ. 0 ഒഴിവാക്കുക. 8 ആണ്. പിന്നെ 6 × 8 48 ആണ്. 48 1 × 8 8 + 4 12. 128 എന്ന് കിട്ടി. ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയിട്ടുള്ള ആളെ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെപ്പോഴെങ്കിലൊക്കെ നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടു എല്ലാ അവസരങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. ആരെങ്കിലും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതേപോലെ അവർ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, 8ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 64. ആഡ് ചെയ്തൂടെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആരൊക്കെയാ? 6400 പ്ലസ് 1280 പ്ലസ് 64. ആഡ് ചെയ്യാൻ നമുക്കറിയാം, ഒരു ടെൻഷനും ഇല്ലതാ. 4 1 5 7 7 7744 ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഒരു ചെറിയൊരു ഹോംവർക്ക് എന്ന് പറയുന്നത് വേറെ ഏതുമല്ല. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 53ന്റെ സ്ക്വയർ നിങ്ങൾ കാണി. അതാണ് നമ്മളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. 15ന്റെ സ്ക്വയർ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ആയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുള്ളൂ. നമ്മളെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്തോളൂ മക്കളെ. ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ, ഒരു പ്രശ്നമല്ല. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എത്ര നിങ്ങളെ കേസ് മക്കളെ. റെഡിയാണോടാ? അപ്പൊ നമ്മളെ ചാപ്റ്റർ ഏകദേശം നമ്മൾ പകുതി എത്തി നിർത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്തത് ബാക്കി കുറച്ച് പകുതിയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓടി അങ്ങോട്ട് തീർക്കും. ഒരു ടെൻഷൻ ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. റെഡിയാണോ? എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. കിട്ടിയോ? സ്ക്വയർ ഉണ്ട്. റെഡിയാണോടാ? അതേപോലെ പെർഫെക്റ്റ് സ്ക്വയർ എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ പറയാ എന്ത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന്. എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ ആണോ? സെറ്റ് അല്ലടാ?